വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന +1 അക്കൗണ്ടൻസിയുടെ 13ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൽകൃത അക്കൗണ്ടിംഗ് സമ്പ്രദായം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം CAS refers to the processing of accounting transaction through the use of computer in order to produce accounting reports. പലതരത്തിലുള്ള അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ, ലെഡ്ജർ അക്കൗണ്ടുകൾ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനാണ് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്കാവശ്യമായ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദി CAS ഈസ് ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു പലതരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ആ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്പാരിസൺ ബിറ്റ്വീൻ മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട കമ്പാരിസൺസ്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ. അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ ആദ്യം തന്നെ വരുന്ന എലമെൻ്റാണ് ഐഡൻറ്റിഫൈ. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ എന്ന കേസിൽ മാനുവൽ അക്കൗണ്ടിംഗ് ആയാലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആയാലും രണ്ടും ഒരുപോലെയാണ്, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജിൽ മാനുവൽ അക്കൗണ്ടിംഗ് എന്നോ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് എന്നോ വ്യത്യാസമില്ലാതെ ഒരേപോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഈസ് കോമൺ ടു ബോത്ത് മാനുവൽ ആൻഡ് computerized accounting system. Second, recording. The recording of financial transactions in manual accounting system is through books of original entries, while the data content of such transactions is stored in a well-designed accounting database in computerized accounting system. Recording എന്ന് പറയുന്നത് മാനുവൽ അക്കൗണ്ടിംഗ് ആണെങ്കിൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിൽ എല്ലാ ഇടപാടുകളും നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ജേണൽ എൻട്രി രൂപത്തിൽ എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിൽ എല്ലാ ഇടപാടുകളും നമ്മൾ ഫിസിക്കലി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഒരു ഡാറ്റാബേസ് ആയിട്ടാണ് അവിടെ അക്കൗണ്ടിംഗ് ഡാറ്റകൾ കീപ്പ് ചെയ്യുന്നത്. ഇനി തേർഡ് കമ്പാരിസൺ, ക്ലാസിഫിക്കേഷൻ. ഇൻ എ മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം, transactions recorded in the books of original entry are further classified by posting into ledger accounts. In computerized accounting, the stored transaction is processed to display ledger accounts. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ജേണലിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അനദർ ബുക്ക് എടുക്കുന്നു, ലെഡ്ജർ എന്ന് പറയുന്ന ബുക്ക്. ആ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ എല്ലാ ജേണൽ എൻട്രീസും പോസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ ജേണൽ എൻട്രീസും ജേണൽ നോക്കി പോസ്റ്റ് ചെയ്ത് ലെഡ്ജർ എന്ന് പറയുന്ന 2ാമത്തെ ബുക്കിൽ അക്കൗണ്ട് വൈസ് ആയിട്ട് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും കീപ്പ് ചെയ്യുന്നു. അതിനാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്ന 2ാമത്തെ ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷനാണ്. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത ജേണലിൽ റെക്കോർഡ് ചെയ്ത വിവരങ്ങൾ തന്നെയാണ് അത് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് പേജുകളിലായിട്ട് ലെഡ്ജറിൽ നമ്മൾ എഴുതുന്നത്. അതൊരു തരത്തിലുള്ളൊരു ഡ്യൂപ്ലിക്കേഷനാണെന്ന് നമുക്ക് പറയാം. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിലൂടെ മാത്രമാണ്.
അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ലെഡ്ജർ അക്കൗണ്ട് ആ സ്പോട്ടിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നു, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ്ജർ അക്കൗണ്ടുകൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നില്ല, അത് ആ സമയം തന്നെ ജനറേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ജേണൽ മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് ലെഡ്ജർ അക്കൗണ്ടുകൾ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് സമ്മറൈസിങ്. ദി ട്രാൻസാക്ഷൻസ് ആർ സമ്മറൈസ്ഡ് ടു പ്രൊഡ്യൂസ് ട്രയൽ ബാലൻസ് ഇൻ മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം by ascertaining the balances of various accounts. However, in computerized accounting, the originally stored transactions data are processed to prepare trial balance report. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ഡാറ്റ സമ്മറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രയൽ ബാലൻസ് വരയുമ്പോൾ അതിനു മുന്നേ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ലെഡ്ജർ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് എല്ലാം കറക്റ്റായി വെച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷേ മാനുവൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, എമൗണ്ട് എത്രയാണ്, ഡേറ്റ് ഏതാണ്, നരേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ലെഡ്ജർ അക്കൗണ്ടുകൾ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതെ തന്നെ ട്രയൽ ബാലൻസ് അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നില്ല. നമുക്ക് നേരിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടും. അവിടെയും ട്രയൽ ബാലൻസ് എവിടെയും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല. ആവശ്യമുള്ള സമയത്ത് അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ഇൻ മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം, these entries are recorded to match the expenses of the accounting period with the revenue generated by them. Some other adjusting entries may be made as part of errors and rectification. However, in computerized accounting, journal vouchers are prepared and stored to follow the principle of cost matching revenue. But there is nothing like passing adjusting entries for errors and rectification. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ വർഷാവസാനം നമുക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം പോലുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്ത് അത് ജേണലിൽ റെക്കോർഡ് ചെയ്ത് അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതുകൂടാതെ എന്തെങ്കിലും തെറ്റുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി കൂടി മാനുവൽ അക്കൗണ്ടിങ്ങിൽ പ്രത്യേകമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആവശ്യമാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ പ്രീപെയ്ഡ് എക്സ്പെൻസോ അങ്ങനെയുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ മാനുവൽ അക്കൗണ്ടിങ്ങിലും ഉള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും വേണം. പക്ഷേ എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള റെക്ടിഫിക്കേഷൻ എൻട്രീസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ആവശ്യമില്ല. കാരണം എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റിയത് ആ തെറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തിരുത്താവുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ അതിന് റെക്ടിഫിക്കേഷൻ എൻട്രി ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത് ആ മിസ്റ്റേക്ക് പറ്റിയ സ്ഥലത്ത് റെക്ടിഫിക്കേഷൻ വരുത്താം. അങ്ങനെ റെക്ടിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചസ് എല്ലാ സ്ഥലത്തും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് തന്നെ. ഇനി അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ എ മാനുവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് presupposes the availability of trial balance. However, in computerized accounting, there is no such a requirement. മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സാധാരണയായിട്ട് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ആ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നില്ല. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് മാത്രമാണ്. ലെഡ്ജർ അക്കൗണ്ടുകളോ ട്രയൽ ബാലൻസുകളോ നമ്മൾ എവിടെയും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സ്റ്റോർ ചെയ്യുന്നില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ആവശ്യം വരുന്ന സമയത്ത് സോഫ്റ്റ്വെയറിലൂടെ അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഉടനെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും എവിടെയും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ക്ലോസിംഗ് ദി ബുക്സ്. ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ദി അക്കൗണ്ടൻസ് മേക്ക് preparation for the next accounting period. In computerized accounting, there is year-end processing to create and store opening balances of accounts in database. മാനുവൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇയർ എൻഡിൽ ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് പലതും ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വർഷാവസാനം ഇയർ എൻഡ് പ്രോസസ്സിംഗ് നടത്താനുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസസ് ഒക്കെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസസ് ആയിട്ട് വരാൻ വേണ്ടി ചില ഇയർ എൻഡ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഫസ്റ്റ്, സ്പീഡ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹൈലി സ്പീഡാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഹൈ സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അക്കൗണ്ടിങ് ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഫാസ്റ്റർ ദാൻ മാനുവൽ അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സ്പോട്ടിലാണ് അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുന്നത്. അത്രയും സ്പീഡിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകളോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അവൈലബിൾ ആകും. ഇനി സെക്കൻഡ്, ആക്യുറസി. ദി പോസിബിലിറ്റി ഓഫ് എറർ ഈസ് എലിമിനേറ്റഡ് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് ജേണൽ എൻട്രിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്തരം എറേഴ്സ് ഉണ്ടാവുമെന്നല്ലാതെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ തന്നെ സോഫ്റ്റ്വെയറിലൂടെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്, സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് ഇത് വളരെയേറെ ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, റിലയബിലിറ്റി, വിശ്വാസ്യത. ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് വെൽ അഡാപ്റ്റഡ് ടു പെർഫോമിംഗ് റിപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ്. They are immune to tiredness, boredom or fatigue. As a result, computers are highly reliable. നമുക്കൊരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമുണ്ടാവും, അല്ലെങ്കിൽ വിരസതയുണ്ടാവും, അല്ലെങ്കിൽ തളർച്ചയുണ്ടാവും. പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എത്ര തവണ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ദാറ്റ് ഈസ് എ മെഷീൻ. അതിന് ഒരു തരത്തിലും ക്ഷീണമോ വിരസതയോ തളർച്ചയോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ നമുക്ക് വളരെയേറെ വിശ്വസനീയമാണ്, അല്ലെങ്കിൽ റിലയബിൾ ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ദി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആർ അപ്ഡേറ്റഡ് ഓട്ടോമാറ്റിക്കലി ആസ് ആൻഡ് വെൻ അക്കൗണ്ടിംഗ് ഡാറ്റ ഈസ് എൻറ്റേർഡ് ആൻഡ് സ്റ്റോർഡ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഒരു അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ എല്ലാ സ്ഥലത്തും വേണ്ടുന്ന ചേഞ്ചസ് വരുത്തിയിരിക്കും. അത് അപ് ടു ഡേറ്റ് ആണെന്ന് പറയാം. അത്രയേറെ സ്പീഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ എൻ്റർ ചെയ്യുന്നത് അത് ആ സ്പോട്ടിൽ എല്ലാ സ്ഥലത്തും വേണ്ടുന്ന ചേഞ്ചസ് വരുത്തിയിരിക്കും. നെക്സ്റ്റ്, റിയൽ ടൈം യൂസർ ഇൻ്റർഫേസ്. Most of the
automated accounting system are interlinked through a network of computers. This facilitates the availability of information to various users at the same time on a real-time basis. സാധാരണയായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ മറ്റെല്ലാ കമ്പ്യൂട്ടറുമായിട്ട് പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിവരം കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം ഏതൊരാൾക്കും എപ്പോഴും വേണമെങ്കിലും നോക്കാവുന്നതാണ്. കാരണം എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ അക്കൗണ്ടൻ്റ് ഒരു വിവരം കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം ആ സ്പോട്ടിൽ മാനേജർമാർക്കോ മറ്റാർക്ക് വേണമെങ്കിലോ നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മാനേജർമാർക്കും മറ്റുമൊക്കെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, ഓട്ടോമാറ്റഡ് ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ. ദി അക്കൗണ്ടിംഗ് റിപ്പോർട്ട് സച്ച് as cash book, trial balance, statement of accounts are obtained just by click of a mouse in a computerized accounting system. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ടുകൾ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുന്നത് ആ സ്പോട്ടിലാണ്. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സ്പോട്ടിലാണ് അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ പിന്നീടൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. അത് സോഫ്റ്റ്വെയറിലൂടെ ഇത്തരം റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. Next, scalability. In a computerized accounting system, the requirement for additional manpower is confined to data entry operators for storing additional vouchers. നമ്മുടെ ബിസിനസ് വികസിക്കുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരുപാട് മാൻ പവർ ഒന്നും ആവശ്യമായി വരുന്നില്ല. നമുക്ക് ആകെ വേണ്ടുന്നത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യണം. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷനും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇത്തരം റിപ്പോർട്ടുകളും മുഴുവനും ജനറേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. അത് കുറച്ച് ട്രാൻസാക്ഷനേ ഉള്ളൂ എങ്കിലും കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ ഒരുപോലെ പെർഫോം ചെയ്യും. നമുക്കാകെ ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രിയാണ്. ജേണൽ എൻട്രി അതിലേക്ക് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലെജിബിലിറ്റി. ദി ഡാറ്റ ഡിസ്പ്ലേഡ് ഓൺ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് ലെജിബിൾ. സ്റ്റാൻഡേർഡ് ഫോണ്ടിലാണ് നമുക്കെല്ലാവർക്കും വായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായാണ് കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഈ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഡിസ്പ്ലേ ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വായിച്ചെടുക്കാം. അത്രയേറെ സ്പഷ്ടത അതിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, എഫിഷ്യൻസി. ദി കമ്പ്യൂട്ടർ ബേസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ensures better use of resources and time. കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിൽ വിഭവങ്ങളും സമയവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ക്വാളിറ്റി റിപ്പോർട്ട്സ്. ദി ഇൻബിൽറ്റ് ചെക്സ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഹെൽപ്സ് ടു ഡിസ്പ്ലേ ട്രൂ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് ദാറ്റ് ആർ ഹൈലി ഒബ്ജക്റ്റീവ്. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്, വെളിയിലുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. അതിനകത്ത് ലോഗിൻ ചെയ്ത് ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർക്ക് മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല സോഫ്റ്റ്വെയറിൽ തന്നെ ആന്തരിക പരിശോധന നടത്താനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അങ്ങനെ പരിശോധനകളൊക്കെ നടത്തി വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, MIS റിപ്പോർട്ട്സ്. MIS റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ട്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഫെസിലിറ്റേറ്റ്സ് ദി റിയൽ ടൈം പ്രൊഡക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്സ് which will help management to monitor and control the business effectively. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിലുള്ള പല ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ലഭിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ മാനേജേഴ്സിന് ലഭിക്കുന്നു. അങ്ങനെ മാനേജേഴ്സിന് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ഏത് സമയത്തും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ ലഭിക്കുന്നതിലൂടെ അവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ.
The computerized accounting system allows the users to store data in a small space. Besides, the system permits fast and accurate retrieval of data and information. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വളരെ തുച്ഛമായ സ്പേസ് മാത്രമേ വേണ്ടൂ. ഒരു സി ഡിയിൽ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അതിന് അത്രയേറെ ബുക്കുകളും അത്രയേറെ ഷെൽഫുകളും അത്രയേറെ റൂമുകളും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയീസ് ഇൻട്രസ്റ്റ്. ദി കമ്പ്യൂട്ടർ സിസ്റ്റം റിക്വയർസ് എ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് which makes them feel more valued. This motivates them to develop interest in the job. കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനം ആവശ്യമാണ്. അങ്ങനെ ഇത്തരം പരിശീലനം നേടിയ ജീവനക്കാരെ സ്വാഭാവികമായിട്ടും കുറേയേറെ മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയവരാണ്. ഇത്തരം കാര്യങ്ങൾ ജീവനക്കാരിൽ പ്രചോദനവും ജോലിയിൽ താല്പര്യവും വളർത്തുന്നുവെന്ന് നമുക്ക് പറയാം. ഇതോടുകൂടി ഈ വർഷത്തെ +1 അക്കൗണ്ടൻസിയുടെ റെഗുലർ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മുതൽ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി മാത്രമാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. ഇതുവരെ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ കാണുകയും വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.